മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം ഇന്ന് കർത്താവിൻ്റെ അഭിഷിക്തർ ആര് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം നാം എല്ലാവരും നമ്മുടെ മാതാപിതാക്കളിലൂടെ മറ്റു രീതിയിലും നാം അറിയുന്ന അഭിഷിക്തരെ തുടരുത് എന്ന് നാം കേൾക്കുന്നുണ്ട്. അതെ, ശരി തന്നെയാണ്. അഭിഷിക്തർ ആരാണ്? അഭിഷിക്തർ ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കാതെ ഇന്ന് വേഷധാരികളായ, വിമതരായ, സാത്താനെ ചുമന്ന് നടക്കുന്നതായ വൈദികർ, അവർ അഭിഷിക്തരാണോ എന്നുള്ള ചോദ്യം നമ്മളിലും മറ്റുള്ളവരിലും ഒരു ചിന്താ വിഷയമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അഭിഷിക്തരെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം നശിച്ചു പോകും. അഭിഷിക്തരെ തൊട്ട് കഴിഞ്ഞാൽ അവൻ തലമുറകളില്ലാതെയാകും. ഇത് സത്യമാണോ? അതെ, സത്യം തന്നെയാണ്. അതായത് അഭിഷിക്തൻ ആരാണെന്നുള്ള കാര്യം നാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ക്രിസ്തുവിനെ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ അവൻ മറ്റൊരു ക്രിസ്തു തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ ഇന്ന് വളരെ കുറവാണ് എന്നുള്ള കാര്യം സത്യമാണ്. കാരണം വൈദികൻ ആകുവാൻ വേണ്ടി ഏകദേശം 13 വർഷത്തോളം പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാലും ഇവരുടെ എല്ലാം ചിന്തകളിൽ എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ജോലി സംഘടിപ്പിച്ചുവെന്നും ബഹുമാനവും സമ്പത്തും എല്ലാം ലഭിക്കുന്ന ഒരു ജോലിയാണ് പൗരോഹിത്യം എന്നുള്ള ചിന്തകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന വളരെയധികം പുരോഹിതരെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വിവിധ ശ്രേണിയിലുള്ള ഇടയന്മാരും പുരോഹിതരുമെല്ലാം ഈ ഗണത്തിൽപ്പെട്ടതാണ്. കർത്താവിന് വേണ്ടി സേവനം ചെയ്യുവാൻ താല്പര്യമുണ്ടായിട്ടല്ല ഈ പൗരോഹിത്യത്തിലേക്ക് കടന്നത് എന്നുള്ള കാര്യം സത്യമാണ്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് നടക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും ഓരോ കാര്യങ്ങളിലും അവർ സാത്താനെ പിടിച്ചുകൊണ്ട്, സാത്താനെ പൂജിച്ചുകൊണ്ട്, ഓരോ ദിവ്യ ബലികളിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാത്താന് വേണ്ടി ബലിയർപ്പിക്കുന്ന പുരോഹിത ഗണത്തെയാണ് നാം കാണുന്നത്. ഇത് പറയുവാൻ കാരണം കർത്താവിൻ്റെ അഭിഷിക്തർന്ന് ഇവർ പറയുകയും എന്നാൽ സാത്താൻ ചെയ്യുന്നതിനേക്കാൾ നികൃഷ്ടമായ രീതിയിൽ ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സഭ എന്നാൽ എന്തെന്ന് അറിയാൻ പാടില്ലാത്തവരല്ലല്ലോ ഇവർ. സഭയ്ക്കെതിരെ, യേശുവിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് ദുഷ്പ്രേരണ കൊടുത്തുകൊണ്ട് വീണ്ടും സാത്താന് വേണ്ടി ആത്മാക്കളെ കൊടുക്കുന്ന ഈ വർഗത്തെ ഇനിയും നിങ്ങൾ ചുമക്കണമോ? വേഷം കാണുമ്പോൾ നാം എല്ലാം വിചാരിക്കും ഇവർ അഭിഷിക്തരാണെന്ന്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിലെ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്ന്, അഭിഷിക്തൻ എന്താണെന്നുള്ള നാം ഒന്ന് വിശകലനം ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശുവിനെ അഭിഷിക്തനായിട്ട് എങ്ങനെ കാണുന്നു എന്ന്. ശിമയോനും അന്നായും. ജെറൂസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു.
അത് വിജാതീയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാവും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. അതെ, യേശുവിനെ വഹിക്കുന്ന നാം ഓരോരുത്തരും യേശുവിനോട് എങ്ങനെ നീതിപൂർവം പ്രവർത്തിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ വചനവായനയിലൂടെ. കാരണം നമ്മുടെ രക്ഷകനായ യേശു ഭൂമിയിൽ ജനിച്ച ശേഷം ദൈവത്തിന് കാഴ്ചവെക്കുവാൻ വേണ്ടി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിമയോന് ആ വെളിപാട് ലഭിച്ചു. ഇത് അദ്ദേഹം മറിയത്തോടും ജോസഫിനോടും പറയുന്നത്, ഇവൻ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാവുന്ന വിവാദ വിഷയമായ അടയാളമായിരിക്കും. അതെ, ഇന്ന് നാം ചിന്തിക്കുന്നുണ്ട്, പല ഇടയന്മാരും പല പുരോഹിതരും പല അൽമായരും ഇന്ന് അവർ യേശുവിനെയാണോ വഹിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് വെളിപ്പെടുത്തുവാനായിട്ട് ഈ ഏകീകൃത കുർബാന നമുക്ക് ഇടവരുത്തി എന്നതാണ്. അതെ, തെരഞ്ഞെടുക്കുന്നു. ദൈവഗണത്തെയും സാത്താന്റെ ഗണത്തെയും തെരഞ്ഞെടുക്കുന്ന ഒരവസരമാണ് നമുക്ക് ഈ ഏകീകൃത കുർബാന വിഷയത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഏകീകൃത കുർബാനയുടെ വിഷയമല്ല ദൈവത്തിനോട് മല്ലടിക്കുന്ന ജനം, ദൈവത്തെ തിരസ്കരിക്കുന്ന ജനം, സാത്താനോടുകൂടി രമ്യപ്പെട്ടുകൊണ്ട് സാത്താന് വേണ്ടി ജീവിക്കുന്ന ജനം, അതിൽ വെള്ളവസ്ത്രധാരികളായ ഈ പുരോഹിതരും ഈ ഇടയന്മാരും ഈ യേശുവിനെ വീണ്ടും ക്രൂശിൽ തറച്ചുകൊണ്ട് ആ കാലുകളെ പിഴുന്നെടുത്തിട്ട് വീണ്ടും തറക്കുന്നതായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം. ഈ സമയം ജ്ഞാനമുള്ളവർ ജാഗ്രതയോടെ പ്രവർത്തിക്കും. ഒരു പുരോഹിതൻ പറയുന്നതല്ല നാം ശ്രവിക്കേണ്ടത്, ഒരു സുവിശേഷകൻ പറയുന്നതല്ല ശ്രവിക്കേണ്ടത്. ദൈവവചനമാവുന്ന സുവിശേഷം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പരിശുദ്ധാത്മാവിനാൽ നാം നിറയുമ്പോൾ മാത്രമേ ദൈവവചനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പള്ളിയിൽ ചെന്നിട്ടാണ് വചനം മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുന്ന ദൈവജനത്തെക്കാൾ മുമ്പിലേ പോകുന്നതായ സാത്താനെ കാണാൻ നമുക്ക് സാധിക്കും. അവൻ എങ്ങനെയെങ്കിലും ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളും ചെയ്യും. അത് തന്നെയാണ് ബസിലിക്കയിൽ നടന്ന ഈ റിലേ കുർബാനകളും മറ്റു അക്രമ സംഭവങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും. കാരണം അവൻ അലർന്ന സിംഹത്തെ പോലെ അവൻ അലറുകയാണ്. കാരണം സമയം അവസാനമായി, ലോകത്തിന്റെ അവസാനമായി. അത് സാത്താൻ അറിയാം. അതുകൊണ്ടിട്ട് ഈ ജനത്തെ ഏതെങ്കിലും രീതിയിൽ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ശ്രമിക്കുന്നു. അത് ലോകത്തിന്റെ അധികാരമായിരിക്കാം, മറ്റുള്ള സുഖ സൗകര്യങ്ങളായിരിക്കാം. അതിനുവേണ്ടി പാഞ്ഞു പോകുന്നതായ ഇടയന്മാരെയും പുരോഹിതരെയും അൽമായരെയും നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 3:13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുമ്പിൽ വച്ച് നിങ്ങൾ അവനെ തള്ളി പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകിയെ വിട്ടുകിട്ടുവാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രാധാന്യം ചെയ്ത്. സഹോദരെ,
നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. അതെ, യേശുവിനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്ന ദൈവജനത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ അജ്ഞതയായിരിക്കാം നിങ്ങൾ യേശുവിനെ ക്രൂശിക്കുന്നത്. നിങ്ങൾക്ക് സഭയോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ സഭ എന്ത് തീരുമാനിക്കുന്നു അത് ചെയ്യുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതല്ല എങ്കിൽ നിങ്ങൾ സഭയിൽ നിന്ന് വിട്ടുപോവുക. സഭയിൽ നിന്നിട്ട് സഭക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിജാതീയര് ചെയ്യുന്നതിനേക്കാൾ വളരെ വലിയ ദ്രോഹമാണ് യേശുവിനോട് ചെയ്യുന്നതെന്നുള്ള സത്യം നിങ്ങൾക്ക് ഈ അജ്ഞത മൂലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. 2 തീമോഥെയോസ് 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ തിരസ്കരിക്കുന്ന ദൈവജനം, ആ ജനത്തിനെ ദൈവത്തിന് വേണ്ട. ആയതിനാൽ അവരിലൊരു മിഥ്യാബോധം ദൈവം തന്നെ നൽകുമെന്ന്. ഇത്രയും നാൾ വരെ കഷ്ടപ്പെട്ട് ഈ ലോകത്ത് ജീവിച്ച് അവസാനം ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കൃപ ലഭിച്ചിട്ടുള്ള മനുഷ്യന് ഇന്ന് സാത്താന്റെ കെണിയിൽപ്പെട്ട്, അതെ, സാത്താൻ വേഷധാരികളായ ഇടയന്മാരും പുരോഹിതരിലൂടെയും അൽമായ നേതാക്കളിലൂടെയും ആ ജനത്തിന് നിത്യനാശത്തിലേക്ക് പോകുവാനുള്ള അവസരമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് യേശുവിനെ വേണ്ട എങ്കിൽ സാത്താനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാത പിന്തുടരുക. വെളിപാട് 12:10 അഭിഷിക്തനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അഭിഷിക്തൻ ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവപുത്രനായ യേശു മാത്രമേ അഭിഷിക്തനായിട്ടുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോലെ പ്രവർത്തിച്ച് ദൈവത്തെ അനുസരിക്കുന്ന ഓരോ വ്യക്തിയിലും അനോയിറ്റിംഗ് പവർ ഉണ്ടായിരിക്കും. ആ അനോയിറ്റിംഗ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷം ശരിയായ രീതിയിൽ ഉദ്ഘോഷിക്കുവാൻ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു മനുഷ്യന് സാധ്യമാകൂ. അവൻ ലോകകാര്യങ്ങളെ, ലോകത്തെ മാത്രം പ്രീതിപ്പെടുത്തുവാനായിട്ടാണ് അവൻ സഞ്ചരിക്കുന്നതെങ്കിൽ ഒരിക്കലും പിതാവിന് സ്വീകാര്യമായ ഒരു വ്യക്തി ആയിരിക്കില്ല അവനെന്നുള്ള കാര്യം സത്യമാണ്. 12-ാം അധ്യായം 10-ാം വചനത്തിൽ സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അതെ, സാത്താനോട് കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ജനതകളും അഗ്നികുണ്ഡങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ഈ ജീവിതം ദൈവം തന്ന സമ്മാനമാണെന്നറിയാതെ ദൈവത്തിനെ ധിക്കരിച്ചുകൊണ്ട്, ദൈവത്തെ അവഹേളിച്ചുകൊണ്ട്, സാത്താന് ബലിയർപ്പിച്ചുകൊണ്ട് ഇന്ന് ഓരോരോ പ്രശ്നങ്ങളും സഭയ്ക്കെതിരെ, യേശുവിനെതിരെ പ്രവർത്തിക്കുന്ന ഈ വൈദികരെയും ചുമന്നുകൊണ്ട് നടക്കുന്ന, ഈ ഇടയന്മാരെയും ചുമന്നു കൊടുക്കുന്ന വെറും മണ്ടന്മാരായ അൽമായരാണോ നിങ്ങൾ എന്ന് സ്വയം ചിന്തിക്കുക. അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ ആത്മാവിനെയും കൂടി നഷ്ടപ്പെടുത്തണോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു സഹോദരരെ. അഭിഷിക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിഷിക്തത്തിൽ ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടായിരിക്കും. അവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനായിരിക്കും. ഇന്ന് ഈ എറണാകുളം അരമനയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും എടുത്തു നോക്കുമ്പോൾ സാധാരണ മനുഷ്യൻ പോലും ചെയ്യാത്തതായ വൃത്തികെട്ട ഓരോ കാര്യങ്ങളുമല്ലേ ഈ പുരോഹിതന്മാർ ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിൽ നിൽക്കുന്ന ബിഷപ്പുമാരെയെല്ലാം നമ്മൾക്കറിയാം. പലരും സമ്പത്തിന്റെ പിറകെ പോയിട്ടുള്ളവരും
മറ്റു സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം സഞ്ചരിച്ചിട്ടുള്ളവരുമാണെന്നുള്ള കാര്യം വ്യക്തമാക്കി പറയണമെങ്കിൽ അതും എനിക്ക് പറയാൻ സാധിക്കും. എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇവരാണോ നമ്മളുടെ ഇടയന്മാര്? ഇവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നത്? ഇവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും ഇവർ നിങ്ങളെ നിത്യനാശത്തിലേക്ക് മാത്രമേ നയിക്കുള്ളൂ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ടുള്ള അനുതാപം ലഭിക്കുവാൻ വേണ്ടി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് ബ്രദർ തോമസ് ജോർജ്.